നമസ്കാരം. ഇൻസിറ്റിവി വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ. കുട്ടനെല്ലൂരിൽ ഓടിക്കൊണ്ടിരുന്ന ലോറിയിൽ നിന്ന് ഇരുമ്പ് പൈപ്പുകൾ പുറത്തേക്ക് വീണ് ബൈക്ക് യാത്രികനായ യുവാവ് മരിച്ചു. പുതുക്കാട് ദേശീയപാതയിൽ ഡിവൈഡറിൽ ബൈക്ക് ഇടിച്ച് 18-കാരൻ മരിച്ചു. മരിച്ചത് കേളി സ്വദേശി. മണ്ണുത്തി-ഇടപ്പള്ളി ദേശീയപാതയിലെ 17 ബ്ലാക്ക് സ്പോട്ടുകളിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തിട്ടുള്ള ധരിവാൾ ബിൽഡേഴ്സിന്റെ നന്ദിക്കരയിലെ പ്ലാന്റ് നാട്ടുകാർ ഉപരോധിച്ചു. മുരുക്കുങ്ങലിൽ തെരുവുനായ ശല്യം രൂക്ഷം. നടപടി വേണമെന്ന ആവശ്യം ശക്തം. വാർത്തകൾ വിശദമായി. കുട്ടനെല്ലൂരിൽ ഓടിക്കൊണ്ടിരുന്ന ലോറിയിൽ നിന്ന് ഇരുമ്പ് പൈപ്പുകൾ പുറത്തേക്ക് വീണ് ബൈക്ക് യാത്രികനായ യുവാവ് മരിച്ചു. സംഭവത്തിന്റെ സിസിടിവി ദൃശ്യങ്ങൾ പുറത്തുവന്നു. കുട്ടനെല്ലൂരിൽ ഓടിക്കൊണ്ടിരുന്ന ലോറിയിൽ നിന്ന് ഇരുമ്പ് പൈപ്പുകൾ പുറത്തേക്ക് വീണ് ബൈക്ക് യാത്രികനായ യുവാവ് മരിച്ച സംഭവത്തിന്റെ സിസിടിവി ദൃശ്യങ്ങൾ പുറത്ത്. കുട്ടനെല്ലൂർ സ്വദേശി ഷെറിൻ പി ജോണാണ് മരിച്ചത്. വെള്ളിയാഴ്ച രാവിലെ ഹൈലൈറ്റ് മാളിന് മുന്നിൽ വെച്ചായിരുന്നു അപകടം. ഇരുമ്പ് കമ്പികളും പൈപ്പുകളുമായി പോവുകയായിരുന്ന ലോറി പെട്ടെന്ന് ബ്രേക്ക് ഇടുന്നതിനിടെ ലോറിയിൽ നിന്ന് പൈപ്പുകൾ പുറത്തേക്ക് വീഴുകയായിരുന്നു. ലോറിയുടെ മുന്നിൽ ബൈക്കിൽ പോകുകയായിരുന്ന യുവാവിന്റെ ദേഹത്തേക്ക് ഇരുമ്പ് കമ്പി കുത്തിക്കയറുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ യുവാവിനെ ഉടൻ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും മരണം സംഭവിച്ചു. NCTV പുതുക്കാട്. പുതുക്കാട് ദേശീയപാതയിൽ ഡിവൈഡറിൽ ബൈക്കിടിച്ച് 18 വയസ്സുകാരൻ മരിച്ചു. പുതുക്കാട് കേളി സ്വദേശി പനിയത്ത് കുമാരന്റെ മകൻ അനന്തകൃഷ്ണനാണ് മരിച്ചത്. കുറുമാലിക്കാവ് ക്ഷേത്രത്തിന് മുൻവശത്ത് വെച്ച് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 1:30 സംഭവം. ചാലക്കുടി ഭാഗത്തേക്കുള്ള പാതയിലെ ഡിവൈഡറിൽ ഇടിച്ചുമറിഞ്ഞ ബൈക്കിൽ നിന്ന് അനന്തകൃഷ്ണൻ എതിർദിശയിലുള്ള പാതയിലേക്ക് തെറിച്ചു വീഴുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ അനന്തകൃഷ്ണനെ പുതുക്കാട് താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. പുതുക്കാട് പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു. NCTV പുതുക്കാട്. മണ്ണുത്തി-ഇടപ്പള്ളി ദേശീയപാതയിലെ 17 ബ്ലാക്ക് സ്പോട്ടുകളിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തിട്ടുള്ള കരാർ കമ്പനിയായ ധരിവാൾ ബിൽഡേഴ്സിന്റെ നന്ദിക്കരയിലെ പ്ലാന്റ് നാട്ടുകാർ ഉപരോധിച്ചു. പ്ലാന്റിൽ നിന്ന് മെറ്റലും സിമന്റും മിക്സ് ചെയ്ത് പുറത്തേക്ക് എത്തിക്കുന്ന കൂറ്റൻ വാഹനങ്ങളിൽ നിന്ന് റോഡിൽ ചെളിയും മെറ്റലും നിറയുന്നതായാണ് നാട്ടുകാരുടെ പരാതി. ഇതുമൂലം വാഹനങ്ങൾ തെന്നി വീഴുകയും കാൽനട യാത്രക്കാർക്ക് റോഡിലൂടെ സഞ്ചരിക്കാൻ കഴിയാത്ത അവസ്ഥയുമാണ്. സർവീസ് റോഡിൽ പൊടിശല്യം രൂക്ഷമായതിനാൽ കാഴ്ച പോലും തടസ്സപ്പെടുന്ന സാഹചര്യമുണ്ടെന്നും നാട്ടുകാർ പറഞ്ഞു. സിമന്റും മെറ്റലും മിക്സ് ചെയ്യുന്ന വേസ്റ്റ് വെള്ളം ശുദ്ധീകരിക്കാതെ സമീപത്തെ പാടത്തേക്ക് ഒഴുക്കിവിടുന്നതായും ആരോപണമുണ്ട്. പൊടിശല്യം രൂക്ഷമായതിനെ തുടർന്ന് പഞ്ചായത്ത് അധികൃതർ കമ്പനിക്ക് നോട്ടീസ് നൽകിയിരുന്നെങ്കിലും നടപടി ഉണ്ടായില്ലെന്നും നാട്ടുകാർ ആരോപിച്ചു. പഞ്ചായത്ത് അംഗം KS ജോൺസന്റെ നേതൃത്വത്തിൽ നാട്ടുകാർ പ്ലാന്റ് ഉപരോധിച്ചത്. തുടർന്ന് കമ്പനി മാനേജർ നാട്ടുകാരുമായി ചർച്ച നടത്തി പ്രശ്നങ്ങൾ പരിഹരിക്കാമെന്ന് ഉറപ്പു നൽകി. സർവീസ് റോഡ് വൃത്തിയാക്കാൻ സ്ഥിരം ജീവനക്കാരെ നിയോഗിക്കുമെന്നും പൊടിശല്യം ഒഴിവാക്കാൻ സ്ഥിരമായി വെള്ളം പമ്പ് ചെയ്യുമെന്നും കമ്പനി അറിയിച്ചു. പ്ലാന്റിനുള്ളിൽ നിന്ന് വാഹനങ്ങൾ പുറത്തേക്ക് വരുന്ന ഭാഗങ്ങളിൽ ചെളി റോഡിലേക്ക് എത്താതിരിക്കാൻ ടാറിംഗ് നടത്തുമെന്നും കമ്പനി ഉറപ്പു നൽകി. ഇതേ തുടർന്നാണ് ഉപരോധം അവസാനിപ്പിച്ചത്. പഞ്ചായത്ത് അംഗങ്ങളായ KS ജോൺസൺ, KA വേലായുധൻ, പ്രദേശവാസികളായ ബാബു ആളോത്ത്, VB നാരായണൻകുട്ടി, PL ബേബി, മുൻ മെമ്പർ VS വേണു, PD വർഗീസ്, സുരേഷ് മേനോൻ എന്നിവർ ഉപരോധത്തിന് നേതൃത്വം നൽകി. മറ്റത്തൂർ പഞ്ചായത്തിലെ മുരുക്കുങ്ങൽ പ്രദേശത്ത് തെരുവുനായ ശല്യം രൂക്ഷം. നടപടി വേണമെന്ന ആവശ്യം ശക്തം. മുരുക്കിങ്ങൽ പ്രദേശത്ത് തെരുവുനായ ശല്യം മൂലം ജനങ്ങൾ പൊറുതിമുട്ടുകയാണ്. രാപ്പകൽ വ്യത്യാസമില്ലാതെ 10ഉം 20ഉം വരുന്ന നായ്ക്കൾ കൂട്ടം ചേർന്ന് റോഡുകളിൽ വിഹരിക്കുന്നതിനാൽ സുരക്ഷിതമായി പുറത്തിറങ്ങി നടക്കാൻ പോലും കഴിയുന്നില്ലെന്ന് നാട്ടുകാർ പറയുന്നു. ഇവിടെ നമ്മുടെ കോടാലി മുരിക്കിങ്ങൽ ഭാഗങ്ങളിൽ തെരുവുനായ ശല്യം വളരെ രൂക്ഷമാണ്. ഇവിടെ ഓരോ നായ്ക്കൂട്ടങ്ങളും 30ഉം 40ഉം കൂട്ടങ്ങളാണ്. സ്കൂളിൽ പോകുന്ന വിദ്യാർത്ഥികൾക്കും ബൈക്ക് യാത്രക്കാർക്കും ഭീഷണിയാണ് ഈ നായ്ക്കൾ. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ കോടാലിയിലും മുരിക്കിങ്ങിലായിട്ട് പല വ്യക്തികളും തെരുവ് നായ്ക്കൾക്ക് ഭക്ഷണം കൊണ്ടു കൊടുക്കുന്നുണ്ട്. അത് കൊടുക്കാൻ പാടില്ല എന്ന് കോടതി ഉത്തരവുള്ളതാണ്. എന്നിട്ടും ആളുകൾ ഈ തെരുവ് നായ്ക്കൾക്ക് ഭക്ഷണം കൊടുക്കുകയും വേസ്റ്റ് കൊണ്ടിട്ട് കൊടുക്കുകയും ഉണ്ട്. അങ്ങനെ വരുമ്പോൾ ഈ തെരുവ് നായ കടിപിടി കൂടുകയും ബൈക്കുകളുടെ ഇടയിലും കുട്ടികളെ ഉപദ്രവിക്കാനും ശ്രമിക്കുന്നുണ്ട്. ഇതിനൊരു പ്രതിവിധി എത്രയും പെട്ടെന്ന് വേണ്ടപ്പെട്ട അധികാരികൾ നോക്കി ചെയ്യണമെന്ന് എത്രയും പെട്ടെന്ന് വേണം. ഇപ്പോൾ ഇന്ന് തന്നെ ഒരു ബൈക്ക് യാത്രകൻ എൻ്റെ ബൈക്കിന്റെ ഇടയിൽ ഒരു നായ വന്ന് ചാടി ബൈക്ക് ആക്സിഡന്റായി അവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുവരുന്നു, കോടാലി ഹോസ്പിറ്റലിൽ കൊണ്ടുവരുന്നു. അപ്പോൾ അതുമാതിരി പല അപകടങ്ങളും ഇവിടെ നടക്കുന്നത്. കുട്ടികൾക്ക് ഒറ്റയ്ക്ക് നടക്കാൻ പറ്റുന്നില്ല,
നായ്ക്കൾ ഓടിക്കുന്നുണ്ട് ഇവരെ. അപ്പോൾ എത്രയും പെട്ടെന്ന് അതിന് വേണ്ടപ്പെട്ട അധികാരികൾ ശ്രദ്ധ ചെലുത്തി അതിനുള്ളൊരു പരിഹാരം കാണണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. കുട്ടികൾക്കും ഇരുചക്ര വാഹനങ്ങൾക്കും തെരുവുനായ്ക്കൾ ഭീഷണിയായി മാറിയിട്ടുണ്ട്. നായ്ക്കൾ കുറുകെ ചാടിയതുമൂലം ഇരുചക്രവാഹന യാത്രക്കാർ വീണു പരിക്കേൽക്കുന്നത് നിത്യസംഭവമാണ്. തെരുവു നായ്ക്കൾക്ക് ചിലർ ഭക്ഷണം നൽകുന്നതാണ് ഇത്തരത്തിൽ തെരുവു നായ്ശല്യം വർദ്ധിക്കാൻ കാരണമാകുന്നതെന്നും നാട്ടുകാർ പരാതിപ്പെട്ടു. വിദ്യാർത്ഥികളടക്കമുള്ള വഴിയാത്രക്കാരുടെ സുരക്ഷിതത്വം കണക്കിലെടുത്ത് എത്രയും വേഗം തെരുവു നായ്ശല്യം പരിഹരിക്കാൻ അധികൃതരുടെ ഭാഗത്തുനിന്ന് നടപടി ഉണ്ടാകണമെന്നാണ് ആവശ്യമുയരുന്നത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്ലാൻ ഫണ്ട് വെട്ടിക്കുറച്ച സർക്കാർ നടപടിക്കെതിരെ അളഗപ്പ് നഗർ പഞ്ചായത്ത് യോഗത്തിൽ LDF അംഗങ്ങൾ പ്രമേയം അവതരിപ്പിച്ചു. LDF അംഗം കെ വിജീഷ് കുമാറാണ് പ്രമേയം അവതരിപ്പിച്ചത്. 16-ാം വാർഡംഗം സാഹിത്യ മുരളി പ്രമേയത്തെ പിന്താങ്ങി. കേരള സർക്കാരിന്റെ പുതുക്കിയ ബജറ്റിൽ തദ്ദേശ സ്ഥാപനങ്ങൾക്കുള്ള പ്ലാൻ ഫണ്ട് വെട്ടിക്കുറച്ചത് പ്രാദേശിക വികസന പ്രവർത്തനങ്ങൾക്ക് ഒരു വെല്ലുവിളിയാണെന്ന് പ്രമേയത്തിൽ ചൂണ്ടിക്കാട്ടി. ലഭിക്കേണ്ട 30% പ്ലാൻ വിഹിതം തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ലഭിച്ചാൽ മാത്രമേ പ്രാദേശിക വികസനം സാധ്യമാകൂവെന്നും LDF അംഗങ്ങൾ പറഞ്ഞു. LDF സർക്കാരിന്റെ കാലത്ത് 602 കോടി രൂപ വകയിരുത്തിയിരുന്ന തുക പുതുക്കിയ ബജറ്റിൽ 177 കോടി രൂപയായി വെട്ടിക്കുറച്ചതായും നിർബന്ധിത പദ്ധതികൾക്ക് വിഹിതം മാറ്റിവെച്ചാൽ മറ്റ് വികസന പദ്ധതികൾക്ക് ഫണ്ട് ലഭിക്കാത്ത അവസ്ഥയാണെന്നും പ്രമേയത്തിൽ ആരോപിച്ചു. വെട്ടിക്കുറച്ച പദ്ധതി വിഹിതം പുനഃസ്ഥാപിക്കണമെന്നായിരുന്നു LDF പ്രമേയത്തിന്റെ ആവശ്യം. എന്നാൽ UDF അംഗങ്ങൾ പ്രമേയത്തെ എതിർത്തു. LDFന് 7 വോട്ടും UDFന് 11 വോട്ടുമാണ് ലഭിച്ചത്. തുടർന്ന് പ്രമേയം തള്ളുകയായിരുന്നു. മതിയായ ചർച്ച കൂടാതെയും തെറ്റായ വിവരങ്ങൾ ചൂണ്ടിക്കാട്ടിയുമാണ് പ്രമേയം തള്ളിയതെന്നാരോപിച്ച് LDF അംഗങ്ങൾ യോഗത്തിൽ നിന്ന് വാക്കൌട്ട് നടത്തി. കെ വിജീഷ് കുമാർ, VK വിനീഷ്, സജിന ഷിബു, E ഉഷാദേവി, MN രാകേഷ്, സാഹിത്യ മുരളി, സുമ ഉണ്ണികൃഷ്ണൻ എന്നിവരാണ് യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയത്. NCTV ഇംപാക്ട് മുപ്ലിയം പാലം മുതൽ നന്ദിപുരം സെന്റർ വരെയുള്ള PWD റോഡിന്റെ വശങ്ങളിലെ കാട്ടുചെടികളും പടർപ്പുകളും വെട്ടിമാറ്റി. NCTV ഇംപാക്ട് മുപ്ലിയം പാലം മുതൽ നന്ദിപുരം സെന്റർ വരെയുള്ള PWD റോഡിന്റെ വശങ്ങളിലെ കാട്ടുചെടികളും പടർപ്പുകളും വെട്ടിമാറ്റി. റോഡിന്റെ വശങ്ങളിലെ കാടുകളും പടർപ്പുകളും അപകട സാധ്യത സംബന്ധിച്ച് NCTV വാർത്ത നൽകിയിരുന്നു. ഇതിന് പിന്നാലെയാണ് അധികൃതർ നടപടി സ്വീകരിച്ചത്. മനുഷ്യാവകാശ പ്രവർത്തകനായ KG രവീന്ദ്രനാഥും എറണാകുളം KRFB എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് പരാതി നൽകിയിരുന്നു. അസിസ്റ്റന്റ് എഞ്ചിനീയർ ശോഭ വിഷയത്തിൽ ഇടപെട്ട് റോഡിന്റെ ഓരങ്ങളിലെ കാടുകളും പടർപ്പുകളും വെട്ടിമാറ്റുന്നതിന് നേതൃത്വം നൽകി. NCTV പുതുക്കാട്. വരന്തരപ്പള്ളി വിവേകാനന്ദ വിദ്യാനികേതൻ സെൻട്രൽ സ്കൂളിൽ ഇൻവെസ്റ്റിച്ചർ സെറമണി നടത്തി. തൃശൂർ സൈബർ പോലീസ് സ്റ്റേഷൻ SI KL ജെയ്സൺ ഉദ്ഘാടനം ചെയ്തു. ലക്ഷ്മിനാരായണ ട്രസ്റ്റ് ചെയർമാനും സ്കൂൾ പ്രിൻസിപ്പലുമായ K രമാദേവി അധ്യക്ഷനായി. സ്കൂൾ ലീഡേഴ്സിനുള്ള ബാഡ്ജ് വിതരണം ചെയ്തു. വിദ്യാലയ സമിതി പ്രസിഡന്റ് M ചന്ദ്രശേഖരൻ, ക്ഷേമസമിതി പ്രസിഡന്റ് സുധീഷ്, അധ്യാപിക രേഷ്മ മോഹൻ, ഹെഡ് ബോയ് അഭിനന്ദ് ബിനോയ്, ഹെഡ് ഗേൾ EB പുണ്യ, സ്പോർട്സ് ക്യാപ്റ്റൻ അഭിരാമി ബിനോജ്, ആർട്സ് ക്യാപ്റ്റൻ റബീഖ് എഡ്വിൻ എന്നിവർ പ്രസംഗിച്ചു. അളഗപ്പ് നഗർ പഞ്ചായത്തിലെ പൂക്കോട് NSS കരയോഗം ഓഫീസിന് സമീപം സ്ഥാപിച്ച മിനി മാസ്റ്റ് ലൈറ്റ് KK രാമചന്ദ്രൻ MLA സ്വിച്ച് ഓൺ ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഭാഗ്യവതി ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗം ഉഷാദേവി, പഞ്ചായത്ത് അംഗം വിജീഷ് കുമാർ എന്നിവർ പ്രസംഗിച്ചു. MLA ആസ്തി വികസന ഫണ്ടിൽ നിന്ന് തുക അനുവദിച്ചാണ് മിനി മാസ്റ്റ് ലൈറ്റ് സ്ഥാപിച്ചത്. ഓണവിശേഷങ്ങളുമായി പൊന്നോണം വരവായി. പറപ്പൂക്കര പഞ്ചായത്തിൽ ഓണാഘോഷം നടത്തി. വൈസ് പ്രസിഡന്റ് A രാജീവ്, സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ ജീന സലീഷ്, ഷാജു കോമ്പാറക്കാരൻ, പഞ്ചായത്ത് അംഗങ്ങളായ KS ജോൺസൺ, M വാസന്തി, കുടുംബശ്രീ ചെയർപേഴ്സൺ സിൻസി ശ്രീകുമാർ, പഞ്ചായത്ത് സെക്രട്ടറി ഹേമചന്ദ്രൻ എന്നിവർ നേതൃത്വം നൽകി. നന്ദിക്കര ശ്രീരാമകൃഷ്ണ വിദ്യാനികേതൻ പബ്ലിക് സ്കൂളിൽ ഈ ഓണാഘോഷം വൈവിധ്യമാർന്ന പരിപാടികളോടെ സംഘടിപ്പിച്ചു. ശിങ്കാരിമേളം, വിവിധതരം കലാപരിപാടികൾ, കായിക മത്സരങ്ങൾ, പൂക്കള മത്സരം എന്നിവ ഉണ്ടായിരുന്നു. മാതൃസമിതി, ക്ഷേമസമിതി അംഗങ്ങൾ തിരുവാതിരക്കളി, ഓണപ്പാട്ട് എന്നിവ അവതരിപ്പിച്ചു. മത്സര വിജയികൾക്കുള്ള സമ്മാനദാനവും ഉണ്ടായിരുന്നു. തുടർന്ന് ഓണസദ്യയും ഒരുക്കിയിരുന്നു. മറ്റത്തൂർ പഞ്ചായത്ത് മാങ്കുറ്റിപ്പാടം വാർഡിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് ടെസി ജോസ് ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് അംഗം ശ്രീജ പ്രബീഷ് അധ്യക്ഷത വഹിച്ചു. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പ്രവീൺ M കുമാർ, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് MV മിനിമോൾ, അംഗങ്ങളായ ലിൻഡോ പള്ളിപ്പറമ്പൻ, സിജി രാജേഷ്, KP ശ്രീധര പിഷാരടി, ഷാഫി കല്ലുപറമ്പിൽ, CH സാദത്ത്, ജോസഫ് മലേക്കുടിയിൽ, എൽദോ പാലയിൽ തുടങ്ങിയവർ പ്രസംഗിച്ചു.
തൊഴിലുറപ്പ് പദ്ധതിയിൽ 100 തൊഴിൽ ദിനങ്ങൾ പൂർത്തിയാക്കിയ അംഗങ്ങൾക്കും വയോജനങ്ങൾക്കും ഓണക്കോടികൾ വിതരണം ചെയ്തു. പഞ്ചായത്തിലെ മികച്ച മുതിർന്ന കർഷകനുള്ള പുരസ്കാരത്തിന് അർഹനായ KV മുരളീധരൻ, ജില്ലാ ഫുട്ബോൾ ടീമിലേക്ക് സെലക്ഷൻ ലഭിച്ച ഡെൽന ഷാജോ, വാർഡിലെ ഹരിത കർമ്മസേനാംഗങ്ങൾ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. ഓണസദ്യയും കലാപരിപാടികളും ഉണ്ടായി. പറപ്പൂക്കര മുത്രത്തിക്കര സ്നേഹസ്പർശം പെയിൻ ആൻഡ് പാലിയേറ്റീവ് ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ മുതിർന്ന പൌരന്മാരുടെ സംഗമം നടത്തി. സിനിമാ സംവിധായകൻ അമ്പിളി ഉദ്ഘാടനം ചെയ്തു. ട്രസ്റ്റ് പ്രസിഡന്റ് MA ജോൺസൺ അധ്യക്ഷത വഹിച്ചു. ഇരിങ്ങാലക്കുട ഹൃദയ പാലിയേറ്റീവ് അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ റിൻഡോ തിക്കിനിയത്ത, ഫാദർ മിൽട്ടൺ തട്ടിൽക്കുരുവിള, K. സുരേഷ് ബാബു, C. രാഗേഷ്, വിജയലക്ഷ്മി, ബിന്ദു സുരേഷ്, M. ശ്രീകുമാർ, സുനിത രവീന്ദ്രൻ, വാസന്തി, ഹരിദാസ് വാഴപ്പള്ളി, K. ജയകുമാർ, PK തങ്കപ്പൻ, NM പുഷ്പാകരൻ, MK നാരായണൻ, MO ജോൺ, മണിപാലൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. ഓണസദ്യയും ഓണക്കോടി വിതരണവും നന്ദിക്കര ശ്രീരാമകൃഷ്ണ പബ്ലിക് സ്കൂളിലെ കുട്ടികളുടെ കലാവിരുന്നും ഉണ്ടായിരുന്നു. ബിസിനസ് ന്യൂസ്. മലബാറിന്റെ രുചി വൈവിധ്യം ഇനി വെളിപ്പുറത്ത്. മലബാർ ഖൈമ ഫാമിലി റെസ്റ്റോറന്റ് വെണ്ടൂർ ചുങ്കത്ത് പ്രവർത്തനം ആരംഭിച്ചു. KK രാമചന്ദ്രൻ MLA റെസ്റ്റോറന്റ് നാടിന് സമർപ്പിച്ചു. പുതുക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് രതി ബാബു അധ്യക്ഷത വഹിച്ചു. ഉദ്ഘാടന ചടങ്ങിൽ മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ്, പഞ്ചായത്ത് അംഗങ്ങളായ സുനന്ദ ശശി, ഷിജു പയ്യപ്പിള്ളി, സജന ഷിബു, ബേബി കീടായി, കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി മണ്ണമ്പേട്ട യൂണിറ്റിലെ ജോൺ കുറുവീട്ടിൽ, KHRA നെന്മണിക്കര പ്രസിഡന്റ് ജോസഫ് ട്രിച്ചൂർ ഗേറ്റ്, ശാന്തകുമാരി ടീച്ചർ, ജോസ് J മഞ്ഞളി, SN പുരം വാമദേവൻ, ബഷീർ മാണിയത്ത്, ജോസഫ് വട്ടോലി, ആർട്ടിസ്റ്റ് ഡേവിസ്, ഡോക്ടർ ഷിനിൽ, അഡ്വക്കേറ്റ് ജുനൈദ് അദനി, അഡ്വക്കേറ്റ് MP ശരത്, മാനേജ്മെന്റ് പ്രതിനിധികൾ, ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു. ഇന്ത്യൻ, അറേബ്യൻ, ചൈനീസ് രുചികളുടെ വിപുലമായ ശേഖരമാണ് മലബാർ ഖൈമയിൽ ഒരുക്കിയിരിക്കുന്നത്. ഹോം ഡെലിവറി, കാർ പാർക്കിംഗ്, കാറ്ററിംഗ് സൗകര്യങ്ങളും ലഭ്യമാണ്. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ആകർഷകമായ ഓഫറുകളും ഒരുക്കിയിട്ടുണ്ട്. 490 രൂപയുടെ അൽഫാം 390 രൂപയ്ക്കും 750 രൂപയുടെ മന്തി 649 രൂപയ്ക്കും ലഭിക്കും. 6 പേർക്ക് കഴിക്കാവുന്ന 900 രൂപയുടെ ബിരിയാണി 549 രൂപയ്ക്കും അൽഫാം മന്തി 790 രൂപയിൽ നിന്ന് 690 രൂപയ്ക്കും ലഭിക്കും. 150 രൂപയുടെ ചിക്കൻ ബിരിയാണി 99 രൂപയ്ക്കും ലഭിക്കും. ഉദ്ഘാടന ദിവസം മാത്രം ലഭിക്കുന്ന ഈ ഓഫറുകൾക്കൊപ്പം മലബാറിന്റെ രുചി ഇനി സ്വന്തം മേശപ്പുറത്ത് എത്തിക്കാം. മലബാർ ഖൈമ ഫാമിലി റെസ്റ്റോറന്റ്, പുതുക്കാട് റോഡ്, ചുങ്കം. ഫോൺ 9747727218. എല്ലാവർക്കും നമസ്കാരം. ഏറ്റവും ആദരണീയനായ നമ്മുടെ MLA KK രാമചന്ദ്രൻ സാറ് സ്ഥാപനത്തിൻ്റെ മലബാർ ഖൈമ എന്ന ഫാമിലി റെസ്റ്റോറൻറ്റിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം വളരെ സന്തോഷപൂർവ്വം നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. ഈ രാവിലെ വിളിച്ചപ്പോൾ നിങ്ങൾ എല്ലാവരും ഓടിയെത്തിയത് വലിയ സന്തോഷമാണ്. ഇനി അങ്ങോട്ടും ഈ കടയുടെ നേരത്തെ ജുനൈദ് പറഞ്ഞു, വളരെ മനോഹരമായിട്ടൊരു ചായക്കട എങ്ങനെയാണ് പണ്ടുള്ള കാലം തൊട്ടുള്ളത് വളരെ മനോഹരമായിട്ട് തന്നെ നമ്മുടെ മുന്നിൽ അവതരിപ്പിച്ചു. എന്തായാലും മലബാർ ഖൈമ ഫാമിലി റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞാൽ കുടുംബസമേതം ഇവിടെ വന്ന് നല്ല മലബാറിൻ്റെ അടക്കമുള്ള രുചി വിഭവങ്ങളുണ്ടല്ലോ, നമുക്ക് ഏറ്റവും ആസ്വാദികരമായ കാര്യമാണ്. പഠനം നടത്തിയ നമ്മുടെ പ്രിയങ്കരനായ MLA ശ്രീ KK രാമചന്ദ്രൻ പ്രശംസിക്കുന്നു. നമ്മുടെ പ്രദേശത്ത് ഈ ഒരു ഫാമിലി റെസ്റ്റോറൻ്റ് കൊണ്ട് ഉയർന്നു വരട്ടെ, അല്ലെങ്കിൽ നമ്മുടെ പേരും പെരുമയും മറ്റ് ഗ്രാമങ്ങളിലേക്ക് എത്തട്ടെ ഈ ഒരു സംരംഭം കൊണ്ട് എന്ന് മാത്രം ആശംസിക്കുന്നു. ഒപ്പം ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും ഓണത്തിന്റെ ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നല്ല രുചിയുള്ള ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ എത്ര അകലെയായാലും നമ്മൾ പോയി കഴിക്കും. ഞങ്ങൾ ചാലക്കുടിയിലൊക്കെ പോയി കഴിക്കാറ് മന്തി. ഇവിടെ അടുത്ത് വന്നു, അതിൻ്റെ ഒരു സന്തോഷമുണ്ട്. എല്ലാ ഈ ഖൈമ റെസ്റ്റോറന്റിന്റെ പേര് നന്ദി പറയുകയാണ്. മാത്രമല്ല നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെയും ഖൈമ റെസ്റ്റോറന്റിന്റെയും ഓണാശംസകൾ. പുതുക്കാട് മണ്ഡലത്തിലെ ഏറ്റവും നല്ല രീതിയിൽ ഭക്ഷണം പാചകം ചെയ്ത് അനുവാചകർക്ക് എത്തിക്കുന്ന ഈ ഒരു മലബാർ ഖൈമ എന്ന് പറയുന്ന ഞങ്ങളുടെ ഈ സംരംഭത്തിനെ എല്ലാ നിലക്കും സ്വാഗതം ചെയ്യുകയും സന്തോഷത്തോടു കൂടെ സ്വീകരിക്കുകയും ചെയ്യണമെന്ന് അറിയിക്കുന്നു. എല്ലാവർക്കും വേണ്ടി, നാടിനു വേണ്ടി ഇതിനെ ഞങ്ങൾ സമർപ്പിക്കുകയാണ്. മലയാളക്കരയുടെ ഏറ്റവും വലിയ ഷോപ്പിംഗ് മാമാങ്കമാണ് ഈ ഓണനാളുകളിൽ നടക്കുന്നത്. നാട്ടിലെ ഷോപ്പിംഗ് അനുഭവം ആസ്വദിക്കാൻ മാവേലിയും എത്തുന്നു NCTVയോടൊപ്പം.
ഓണക്കാലത്ത് വിപണിയെ പരിചയപ്പെടുത്താൻ NCTV ഒരുക്കിയ മാവേലി ഷോപ്പിംഗ് വൈബ് എന്ന പരിപാടി കാണാം. പൊന്നിൻ ചിങ്ങത്തെ വരവേൽക്കാൻ സ്വർണ്ണാഭരണ പ്രേമികൾക്കായി കിടിലൻ ഓഫറുമായി ഇഷാര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ആന്റിക്, ചെട്ടിനാട്, നഗാസ്, കുവൈറ്റി തുടങ്ങി വ്യത്യസ്ത ഡിസൈനുകളിലുള്ള ആഭരണങ്ങൾക്ക് വെറും 7.99% പണിക്കൂലി എന്ന ആകർഷകമായ ഓഫറാണ് ഇഷാര ഒരുക്കിയിരിക്കുന്നത്. ഓഗസ്റ്റ് 31 വരെ തൃപ്രയാർ, കൊടകര ഷോറൂമുകളിൽ ഈ പ്രത്യേക ഓഫർ ലഭ്യമാണ്. ഇതോ എനിക്കാണോ? നിനക്കല്ല, പിന്നെ നമ്മുടെ മാവേലിക്കാണ്. മാവേലിക്കോ? മാവേലി ഇത് കൊടകരയിലെ ഇഷാര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ മാവേലിക്കുള്ള ഓണ സമ്മാനമാണ്. ഒന്നാം തരം നഗാസ് കളക്ഷൻ. നഗാസ് മാത്രമല്ല, ഇവിടെ ചെട്ടിനാട്, ആന്റിക്, അതുപോലെ കുവൈറ്റ് മോഡലുകളുടെ വിപുലമായ ശേഖരണമുണ്ട്. അത് കൂടാതെ തന്നെ ഈ വരുന്ന മോഡലുകൾക്കൊക്കെ നമുക്ക് 7.99% മാത്രമാണ് മേക്കിംഗ് ചാർജ് വരുന്നത്. അപ്പൊ ഓണക്കാല ആഘോഷമാകാൻ ഒന്ന് സുന്ദരന്മാരൊക്കെ ആവാൻ വേഗം തന്നെ ഇഷാര ഗോൾഡൻ ഡയമണ്ട്സിലേക്ക് പോകുന്നുള്ളൂ. എല്ലാവർക്കും ഓണം ആഘോഷമാവട്ടെ. നൂർ കളക്ഷൻസിൽ വരുന്ന ഒരുപാട് വെറൈറ്റി ബാംഗിൾസുകൾ ഉണ്ട്. കൂടാതെ നമുക്ക് 18 കാരറ്റിൽ വരുന്ന 1 ഗ്രാം മുതലുള്ള ചെയിനുകളും ഇവിടെ അവൈലബിൾ ആണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും ഈ ഓണം ഇഷാര ഗോൾഡിനൊപ്പം ആഘോഷിക്കും. നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്, ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, തൃപ്രയാർ ആൻഡ് കൊടകര. സ്വർണത്തിന്റെ സത്യം. ഓഫറുകളുടെ ഗ്രാൻഡ് സെയിലുമായാണ് കോടാലി വലന്തരപ്പള്ളി ബ്യൂബെൽസ് ഹോംസ് ആൻഡ് മൊബൈൽ ഷോറൂമുകൾ ഓണക്കാലത്തെ വരവേൽക്കുന്നത്. സ്മാർട്ട് TV, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, മിക്സി തുടങ്ങി എല്ലാവിധ പ്രമുഖ ബ്രാൻഡുകളുടെ ഹോം അപ്ലയൻസസും ബ്രാൻഡഡ് ആക്സസറീസിനും സ്മാർട്ട് ഫോണുകൾക്കും ഓൺലൈൻ വിലയേക്കാൾ വൻ വിലക്കുറവാണ് ഇവിടെ ഉള്ളത്. പൊന്നോണം തിരുവോണം കൊണ്ടാടാമിതിനെ, നല്ലോണം നീ ഓണം കാണാൻ വാ പതിയെ, കൈകൊട്ടി കളിയാടി കൂടാൻ വാ കതിരേ കതിരേ. ഓണക്കാലത്തിനൊരു പ്രത്യേകതയുണ്ട്. അതായത് മാവേലി വരുമ്പോഴാണ് നമുക്കറിയാം ഈ ഹോം അപ്ലയൻസസും മൊബൈലും ഒക്കെ വലിയ ഓഫറുകൾ ലഭിക്കുന്ന ഒരു കാലമാണ് ഓണക്കാലം, അല്ലെ? തീർച്ചയായിട്ടും ഈ ഓണക്കാലത്താണ് ഈ ഹോം അപ്ലയൻസസും മൊബൈലും ഒക്കെ വാങ്ങാൻ പറ്റിയ ഏറ്റവും കൃത്യമായ സമയം. കാരണം വൻകിട ബ്രാൻഡുകളൊക്കെ തന്നെ വമ്പൻ ഓഫറുകൾ നൽകുന്ന ഒരു സമയം കൂടിയാണത്. നമ്മളിപ്പോ എത്തി നിൽക്കുന്നത് വരന്തരപ്പള്ളിയിലെ ബ്ലൂബെൽസ് ഹോംസ് ആൻഡ് മൊബൈൽസിലാണ്. ഇവിടുത്തെ ഒരു വലിയ ശേഖരമുണ്ട് ഹോം അപ്ലയൻസസിന്റെയും മൊബൈൽ ഫോൺസിന്റെയും അതുപോലെ ഗാഡ്ജറ്റ്സിന്റെയും വലിയൊരു ശേഖരണം തന്നെ ഇവിടെയുണ്ട്. ഏറ്റവും പുതിയ ബ്രാൻഡഡ് സാധനങ്ങളാണ് നമുക്ക് ഈ ഒരു ബ്ലൂബെൽസിൽ ഉണ്ടാവുന്നത്. അപ്പൊ ഏറ്റവും പുതിയ ബ്രാൻഡുകൾ ഏറ്റവും നല്ല ഓഫറിലാണ് ഇപ്പൊ ബ്ലൂബെൽസ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മാവേലിയോടൊപ്പം നമുക്ക് ഈ ബ്ലൂബെൽസിന്റെ വിശേഷങ്ങൾ നമുക്ക് ചോദിച്ചറിയാം. ഓണക്കാലമൊക്കെ ഇല്ല, അപ്പൊ നമുക്കൊരു ന്യൂ ജനറേഷനിലേക്ക് ഒന്ന് കടന്നാൽ ഈ പഴയ യുഗമൊക്കെ വിട്ടിട്ട് നമുക്കൊരു മൊബൈൽ ഫോണൊക്കെ മേടിച്ചാലോ? അപ്പൊ നല്ലൊരു മൊബൈൽ ഫോൺ തന്നെ നമുക്ക് നോക്കാം. ചേട്ടാ, ഒരു നല്ലൊരു മൊബൈൽ ഫോൺ എടുത്തു തരുമോ? മാവേലിക്കാണ്. അപ്പൊ നല്ല അടിപൊളി സാധനമായിരിക്കണം. സൂപ്പർ ഫോണാണ്. ക്യാമറ ക്വാളിറ്റി ഒക്കെ അടിപൊളിയാണല്ലോ അല്ലെ? ഏറ്റവും പുതിയ മോഡലാണ്. അപ്പൊ മാവേലിക്ക് ഇഷ്ടപ്പെട്ടോ? അപ്പൊ അടുത്ത തവണ മാവേലി ഫോട്ടോ ഒക്കെ സെൽഫി ഒക്കെ എടുത്തിട്ടായിരിക്കും വരുന്നത്. പിന്നെ മാവേലിക്ക് പാട്ട് കേൾക്കാൻ ഇഷ്ടമാണോ? അപ്പൊ പാട്ട് കേൾക്കാൻ ഇഷ്ടമാണെങ്കിൽ നമുക്കൊരു ഹെഡ്സെറ്റും കൂടി നോക്കാം അല്ലെ? നമുക്ക് ഇവിടെ ഉണ്ടല്ലോ ഈ ബ്ലൂബെൽസിൽ നമുക്ക് 29 രൂപ മുതലാണ് ഹെഡ്സെറ്റ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. പ്രൈസ് വെറും 29 രൂപയ്ക്ക് ഏതൊരു നമുക്കൊരു ചെറിയ കുട്ടിയുടെ കയ്യിൽ വരെ ഉണ്ടാവില്ലേ 10-20 രൂപ. അപ്പൊ ഏതൊരു കുട്ടിക്ക് വരെ നമുക്ക് എന്ത് മേടിക്കാം? ഹെഡ്സെറ്റ് വാങ്ങിക്കാം. അപ്പൊ ചേട്ടൻ ഒന്ന് കാണിച്ചു തരുമോ ഞങ്ങൾക്ക്? അത് നമ്മുടെ 29 റുപ്പീസിന്റെ വരുന്ന ഹെഡ്സെറ്റ് ആണ് കേട്ടോ വരുന്നത്. നമുക്കതുപോലെ തന്നെ ഒത്തിരി ആക്സസറീസ്, മൊബൈൽ ആക്സസറീസ് ഒക്കെ ഇവിടെ ഉണ്ട്. പിന്നെ നമുക്ക് ഇനി കുറച്ചും കൂടി മാവേലിക്ക് ഈ വയറൊന്നും വേണ്ട, എനിക്ക് കുറച്ച് ഒരു ഇയർ ബഡ്
വയറ് വേണം അല്ലേ? ആ വയറല്ല ഞാൻ ഉദ്ദേശിച്ചത്. നമുക്ക് ഇയർ ബഡ്സ് ഒക്കെ വേണോന്നുണ്ടെങ്കിൽ ബ്ലൂടൂത്ത് കണക്റ്റഡ്, അറിയോ? ബ്ലൂടൂത്ത് കണക്റ്റഡ് ഇയർ ബഡ്സ് ഒക്കെ ഇവിടെ നമുക്ക് പ്രൈസ് റേഞ്ച് വരുന്ന 399 മാത്രമേ ഉള്ളൂ. ഹെഡ്ഫോൺസിന്റെ ഒക്കെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 29 രൂപയ്ക്കാന്ന് പറഞ്ഞത്. ഈ കാണുന്ന ഹെഡ്ഫോൺസ് ആണ് 29 രൂപയ്ക്കുള്ളത്. ഇനി നമുക്ക് ബ്ലൂടൂത്ത് നെക്ക് ബാൻഡ് ആണ് വേണ്ടതെങ്കിൽ 199 രൂപ മുതലാണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ കാണുന്ന നെക്ക് ബാൻഡ് 199 രൂപ, 1 ഇയർ വാറന്റി ആണ് വരുന്നത്. ഇനി അതുമല്ല, നമുക്കൊരു ഇയർബഡ്സ് ഒക്കെയാണ് വേണ്ടതെങ്കിൽ ഇതിന് 399 റുപ്പീസേ വരുന്നുള്ളൂ. അപ്പൊ നമുക്ക് 1 ഇയർ വാറന്റി ഉണ്ട്. അപ്പൊ ഒരു വർഷം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അടിച്ചു പൊളിച്ച് പാട്ടൊക്കെ കേൾക്കുമല്ലേ? അത് അടുത്ത കൊല്ലം വരെ നമുക്ക് കേൾക്കാം. എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ തന്നെ ആ 1 ഇയറിൽ റീപ്ലേസ്മെന്റും ഉണ്ട് നമുക്ക്. പിന്നെ ഇതിൽ പകരം വേറെ എന്താണ് പറയുക, 1 ഇയർ റീപ്ലേസ്മെന്റ് ആൻഡ് വാറന്റി വേറെ ഏത് കടയിൽ അത് കൊടുക്കും. ആഘോഷമാവട്ടെ. ബ്ലൂ ബെൽസിനോടൊപ്പം ഓണം നമുക്ക് ഇപ്രാവശ്യം അടിച്ചു പൊളിക്കാം. ഹോം അപ്ലയൻസസ്, ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങളുടെ വിപുലമായ ശേഖരമാണ് ബ്ലൂബെൽസിൽ ഈ 2026 ഓണക്കാലത്ത് ഒരുക്കിയിരിക്കുന്നത്. 7,900 രൂപയ്ക്ക് ഒരു LG TV കിട്ടുക എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അതൊരു അതിശയിപ്പിക്കുന്ന ഒരു ഓഫറാണ്. ഒപ്പം തന്നെ 7,999 രൂപയ്ക്കുള്ള വാഷിംഗ് മെഷീൻ, പിന്നെ 3 ജാർ മിക്സർ ഗ്രൈൻഡർ വരുന്നത് വെറും 1,999 രൂപ. ഇങ്ങനെ മറ്റെവിടെയും നൽകാൻ കഴിയാത്ത അതിശയിപ്പിക്കുന്ന വിലക്കുറവും ഒപ്പം കൈനിറയ സമ്മാനങ്ങളും നേടാനുള്ള സുവർണ അവസരമാണ് ഉപഭോക്താക്കൾക്കായിട്ട് ബ്ലൂബെൽസ് വരന്തരപ്പള്ളി ഒരുക്കിയിരിക്കുന്നത്. എല്ലാവർക്കും ഓണം സന്തോഷാവട്ടെ. ബ്ലൂബെൽസ് ഹോംസ് ആൻഡ് മൊബൈൽസ്, ഗവൺമെന്റ് LP സ്കൂളിന് എതിർവശം കോടാലി, സഹകരണ ബാങ്കിന് സമീപം വരന്തരപ്പള്ളി. മറ്റു ബ്രാഞ്ചുകൾ തൃശൂരിലും വടകരയിലും. പ്രമുഖ ആയുർവേദ ഔഷധ നിർമ്മാണ കമ്പനിയായ വരന്തരപ്പള്ളി ഹരിത ഫാർമസ്യൂട്ടിക്കൽസിൽ NCTVയുടെ മാവേലി എത്തിയപ്പോൾ ദൃശ്യങ്ങൾ കാണാം. പ്രകൃതിയാണ് മരുന്ന്. പ്രകൃതി വിഭവങ്ങൾ കൊണ്ട് മനുഷ്യ ശരീരത്തിന് ആരോഗ്യമേകുവാനായി ഒരു ഫാർമസി യൂട്ടിക്കൽസ്. നമ്മൾ ഇന്ന് എത്തി നിൽക്കുന്നത് വരന്തരപ്പള്ളിയിലുള്ള ഹരിത ഫാർമസി യൂട്ടിക്കൽസിലാണ്. കഴിഞ്ഞ 30 വർഷമായി ആയുർവേദ മരുന്ന് വിപണന രംഗത്ത് അധികായന്മാരാണ് ഹരിത ഫാർമസ്യൂട്ടിക്കൽസ്. നമുക്കറിയാം ഏതാണ്ട് 12ഓളം പേറ്റന്റ് മരുന്നുകളും ഒപ്പം 300ഓളം ആയുർവേദ ക്ലാസിക് മരുന്നുകളുമാണ് ഇവിടെ ഉത്പാദിപ്പിക്കുന്നത്. നമുക്ക് ഈ ഒരു ഹരിതയുടെ ഒരു മുന്നോട്ടുള്ള പ്രയാണം അല്ലെങ്കിൽ ഇതുവരെയുള്ള ഒരു പ്രയാണം എങ്ങനെയായിരുന്നു എന്നുള്ളത് നമുക്ക് നമ്മുടെ ഈ ഒരു ഹരിത ഫാർമസ്യൂട്ടിക്കൽസിന്റെ GM ആയിട്ടുള്ള വിമൽ സാറിനോട് തന്നെ ചോദിച്ചു നോക്കാം. എന്താണ് ഈ ഒരു ഓണക്കാലത്ത് വലിയ സന്തോഷമുണ്ട് ഇവിടെ വരുമ്പോൾ? ഹരിതയുടെ ഒരു പ്രവർത്തനങ്ങൾ എങ്ങനെയാണ്? ഹരിത നമുക്കിപ്പോൾ ഒരു 350ഓളം ഏജൻസികളുണ്ട്. അപ്പോൾ ഞങ്ങളുടെ തന്നെ നേരിട്ടുള്ള നെറ്റ്വർക്കാണ്. ഞങ്ങളുടെ MD എന്ന് പറയുന്നത് ഡോക്ടർ KS കൊച്ചുമോനാണ്. പുള്ളി ഖത്തർ ട്രേഡ് കമ്മീഷണറാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ വൈദ്യരാജ് എന്ന് പറഞ്ഞ വേറെ കമ്പനിയും കൂടി ഉണ്ട്. ഇവിടെ 2 കമ്പനി ഉണ്ട്. പിന്നെ സോപ്പിന്റെ ഒരു നിർമ്മാണ യൂണിറ്റ് ഇപ്പോൾ പുതിയ തുടങ്ങിയിട്ടുണ്ട്. ഇത് ഈ നമ്മുടെ സ്ഥാപനത്തിന്റെ കൊച്ചുമോൻ ചേട്ടനെ കൂട്ടി പറയുമ്പോൾ ഈ ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് ഒരുപാട് ശ്രദ്ധേയമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച ഒരാൾ കൂടിയാണ്. ഇപ്പൊ നമ്മള് പാവപ്പെട്ടവർക്ക് വേണ്ടി മരുന്ന് മേടിക്കാനായിട്ട് മാസം തോറും ചികിത്സാ സഹായം നൽകുന്നുണ്ട്. പിന്നെ വീട് വെക്കാനായിട്ട് 5 സെന്റ് സ്ഥലം വെച്ച് കൊടുക്കാനുള്ള ഒരു പുതിയ പരിപാടിയുണ്ട്. അങ്ങനെ പുതിയ പരിപാടികൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. ഏതായാലും ആയുർവേദ ചികിത്സാ രംഗത്ത് മരുന്ന് ഉൽപാദന രംഗത്ത് അധികായന്മാരായി മുന്നോട്ടുള്ള പ്രയാണത്തിലാണ് ഹരിത ഫാർമസ്യൂട്ടിക്കൽസ്. എല്ലാവിധ ഭാവങ്ങളും ചേരുകയാണ്. 2026 ഈ ഓണക്കാലം ഏറ്റവും മനോഹരമാക്കുന്ന ഈ ദിവസങ്ങളിൽ ഇവിടെ എത്തിച്ചേരാൻ കഴിഞ്ഞതിൽ വലിയ സന്തോഷമുണ്ട്. മാവേലിയോടൊപ്പം മാവേലി ഇവിടെ എല്ലാ ജീവനക്കാരെയും
കണ്ട് ഓണാശംസകൾ നേരണ്ടേ നമുക്ക്? അതെ തീർച്ചയായിട്ടും. ഹരിത ഫാർമസ്യൂട്ടിക്കൽസ്, വരന്തരപ്പള്ളി. ഓണാഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടാൻ കിടിലൻ ഓഫറുകളും ന്യൂ ട്രെൻഡിംഗ് കളക്ഷനുമായി ഒല്ലൂർ അക്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിയെടുക്കുമ്പോൾ പവന് 1000 രൂപ അധികം നൽകുന്ന എക്സ്ചേഞ്ച് ഓഫറാണ് അക്ര ഗോൾഡ് ഒരുക്കിയിരിക്കുന്നത്. കൂടാതെ 10% അഡ്വാൻസ് ബുക്കിംഗിലൂടെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം. എല്ലാ പർച്ചേസിനൊപ്പവും കൈ നിറയെ സമ്മാനങ്ങളും ഒരുക്കിയിട്ടുണ്ട്. മകനി, നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് സ്വർണ്ണാഭരണ നിർമ്മാണ വിപണന രംഗത്ത് കഴിഞ്ഞ 3 പതിറ്റാണ്ടിലേറെയായി ഉപഭോക്താക്കളുടെ മനം കവർന്ന ഉല്ലൂരിലെ അക്കര ഗോൾഡൻ ഡയമണ്ട്സിലാണ്. ഈ ഓണം പ്രമാണിച്ച് ഉപഭോക്താക്കൾക്ക് കൈനിറയ സമ്മാനങ്ങളാണ് അക്കര ഗോൾഡൻ ഡയമണ്ട് ഒരുക്കിയിരിക്കുന്നത്. അപ്പൊ നമുക്ക് മാവേലി ഇതൊന്ന് മാറ്റിയെടുത്താലോ? ഇത് കൂടാതെ നമുക്കൊരു ട്രെൻഡിങ് ഓർണമെന്റ് എടുത്താലോ? സ്വർണം മാറ്റി വാങ്ങാന്നൊക്കെ പറഞ്ഞ നഷ്ടല്ലേ? അല്ലല്ലോ, ഒരിക്കലും അല്ല. അക്കര ഗോൾഡൻ ഡയമണ്ട്സില് പഴയ സ്വർണ്ണാഭരണങ്ങൾ നമ്മൾ മാറ്റിയെടുക്കുമ്പോ പവന് 1000 രൂപ കൂടുതലാണ് ലഭിക്കുന്നത്. ഒരു പവനോ? അതെ. അതുകൂടാതെ ഗോൾഡ്, ഡയമണ്ട്, വെള്ളി ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ ട്രെൻഡിങ് കളക്ഷൻസ് ആണ് അക്കര ഗോൾഡൻ ഡയമണ്ട്സിൽ ഇപ്പോൾ നിലവിൽ ഓണം പ്രമാണിച്ച് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് സ്വന്തം സ്വർണ്ണാഭരണ നിർമ്മാണശാലയിൽ നിർമ്മിച്ചെടുക്കുന്ന ആഭരണങ്ങളാണ് ഇവിടെ ഉപഭോക്താക്കൾക്ക് നൽകുന്നത്. അതുകൊണ്ട് തന്നെ മികച്ച ശേഖരം ഇവരുടെ കയ്യിലുണ്ടെന്നുള്ളത്. അത് ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ വലിയ കളക്ഷനാണ് അക്കര ഗോൾഡൻ ഡയമണ്ട്സിൽ ഉപഭോക്താക്കളെ കാത്തിരിക്കുന്നത്. ഒരു 300 മില്ലിയിൽ നിന്നാണ് നമുക്ക് ഗോൾഡ് ചെയിനുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ ഓണത്തിന് ഉപഭോക്താക്കൾക്ക് കൈനിറയെ ഓണ സമ്മാനങ്ങൾ, ഓരോ പർച്ചേസിനും ഓണ സമ്മാനങ്ങൾ നൽകുന്നുണ്ട്. ഓണം ഓരോ വീട്ടിലും സന്തോഷത്തിന്റെ നാളാവാൻ പോവാണ്. തീർച്ചയായും. അല്ല, അവിടെ എഴുതി എത്തിക്കുന്നത് സ്വർണ്ണാഭരണ നിർമ്മാണശാല എന്നാണ്. പക്ഷെ ഇവിടെ കാണുന്ന ജ്വല്ലറിയാണ്. തീർച്ചയായിട്ടും ഇവിടെ തന്നെയാണ് നിർമ്മാണവും. ഇവിടെ തന്നെയാണ് നമുക്ക് കാണാം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നമുക്ക് കാണാം. ഈ 2026 ഈ ഓണക്കാലത്ത് അക്കര ഗോൾഡൻ ഡയമണ്ട്സ് ഉപഭോക്താക്കൾക്ക് നൽകുന്ന ഓണ സമ്മാനം എന്താണ്? അക്കര ഗോൾഡൻ ഡയമണ്ട്സ് നൽകുന്ന ഓണസമ്മാനം പവന് 1000 രൂപ പഴയ സ്വർണത്തിന് കൂടുതൽ നൽകാണ്. കഴിഞ്ഞാൽ സ്വർണത്തിന് വില വർദ്ധിച്ചു വരുന്ന സാഹചര്യമാണ്. അപ്പൊ എല്ലാവർക്കും പുതിയ സ്വർണം വാങ്ങിക്കാൻ സാധിക്കണമെന്നില്ല. അപ്പൊ ഉള്ളത് മാറ്റി വാങ്ങുമ്പോൾ നമുക്ക് നിർമ്മാണശാലയിൽ തന്നെ ആഭരണം കൊടുക്കുന്നതോടൊപ്പം പഴയ സ്വർണം അവർ കൊണ്ടുവരുന്നതിന് 1000 രൂപ കൂടുതൽ കൊടുക്കും. അപ്പൊ അത് എല്ലാ ഉപഭോക്താക്കൾക്ക് വളരെ മികച്ച പ്രതികരണമുള്ള ഒരു കാര്യമാണ് അത്. കൂടാതെ എല്ലാ പർച്ചേസിനും സമ്മാനം, സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങൾ വാങ്ങുന്ന എല്ലാവർക്കും സമ്മാനം നമ്മൾ ഇതിലൂടെ കൊടുക്കാണ്. പിന്നെ ഒരു സ്പെഷ്യൽ ഇതുണ്ട്, 10% ബുക്കിങ്ങിലൂടെ കല്യാണ പാർട്ടികൾക്ക് നമുക്ക് നിർമ്മാണശാലയിൽ നേരിട്ട് ഇറങ്ങുന്നത്, അല്ലാതെ ആഭരണങ്ങൾ, ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങൾ ബുക്ക് ചെയ്യാം. ഇത്രയൊക്കെയാണ് നമ്മൾ 2026 വരവേൽക്കാനായിട്ട് ഒരുക്കിയിട്ടുള്ളത്. പിന്നെ നമ്മളോടൊപ്പം ഇപ്പം നമ്മൾ 3 പതിറ്റാണ്ടായി നമ്മളിവിടെ ഈ സർവീസും ഈ വർക്ക്ഷോപ്പും സപ്ലൈ ഇതൊക്കെ ആയിട്ട് നടക്കുന്നു. അതിനോട് സഹകരിച്ച എല്ലാവർക്കും നന്ദി. എല്ലാവർക്കും അക്കര ഗോൾഡൻ ഡയമണ്ട്സിന്റെ ഓണാശംസകൾ. 3 പതിറ്റാണ്ടിന്റെ പാരമ്പര്യമുള്ള 916 സ്വർണ്ണാഭരണ നിർമ്മാണശാലയിൽ നിന്നും ഇടനിലക്കാരില്ലാതെ നേരിട്ട് സ്വർണം, ഡയമണ്ട്, വെള്ളി ആഭരണങ്ങൾ സ്വന്തമാക്കാൻ ഉടൻ സന്ദർശിക്കുക. അക്കര ഗോൾഡൻ ഡയമണ്ട്സ്, ഉല്ലൂർ.
കോസ് മണ്ണമ്പേട്ടയുടെ ആഭിമുഖ്യത്തിൽ അനുമോദന യോഗവും പഠനോപകരണ വിതരണവും ഓഗസ്റ്റ് 22 ശനിയാഴ്ച ഉച്ചതിരിഞ്ഞ് 1:30 മണ്ണമ്പേട്ട മാതാ ഹൈസ്കൂൾ ഹാളിൽ നടക്കും. SSLC, ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിക്കും. അളഗപ്പനഗർ പഞ്ചായത്ത് പ്രസിഡന്റ് ഭാഗ്യവതി ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. കോസ് പ്രസിഡന്റ് ശിവദാസ് മാസ്റ്റർ പഴമ്പള്ളി അധ്യക്ഷത വഹിക്കും. ഫാദർ ദേവസി പന്തല്ലൂക്കാരൻ ലഹരി വിരുദ്ധ സന്ദേശം നൽകും. പൂക്കോട് മേടംകുളങ്ങര ശാസ്താ ക്ഷേത്രത്തിന്റെ നേതൃത്വത്തിൽ തൃശൂർ ട്രിനിറ്റി സൂപ്പർ സ്പെഷ്യാലിറ്റി കണ്ണാശുപത്രിയുമായി സഹകരിച്ച് സംഘടിപ്പിക്കുന്ന സൌജന്യ നേത്ര പരിശോധന തീവ്ര നിർണയ ക്യാമ്പ് ഓഗസ്റ്റ് 23 ഞായറാഴ്ച മേടംകുളങ്ങര ശാസ്താ ക്ഷേത്രം ഊട്ടുപുരയിൽ രാവിലെ 9:30 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയാണ് ക്യാമ്പ്. കൂടുതൽ വിവരങ്ങൾക്ക് 7994873666 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. കാലാവസ്ഥ. കൂടിയ ചൂട് 31 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ ചൂട് 25 ഡിഗ്രി സെൽഷ്യസ്. തൃക്കൂർ പഞ്ചായത്തിലെ അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ ഓഫീസിൽ ഓവർസിയർ ഗ്രേഡ് 3 തസ്തികയിലെ താൽക്കാലിക ഒഴിവിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഈ മാസം 31 രാവിലെ 11 നടക്കുന്ന ഇന്റർവ്യൂവിൽ പങ്കെടുക്കുക. കൂടുതൽ വിവരങ്ങൾക്ക് 0480275126 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില. സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അപ്പസ്വർണം ആഡംബരവുമാണ്, സമ്പാദ്യവുമാണ്. സ്വർണം കയ്യിലുണ്ടേ അതൊരു ധൈര്യവുമാണ്. കൃഷ്ണ ജ്വല്ലറി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ചാലക്കുടി. ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം. സ്വർണം ഗ്രാമിന് 14,710 രൂപ, പവന് 1,17,680 രൂപ. എറവക്കാട് പട്ടത്തുപറമ്പിൽ സുബ്രഹ്മണ്യൻ അന്തരിച്ചു. 55 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. മാതൃഭൂമി ഒല്ലൂർ ലേഖകനും ഒല്ലൂർ പ്രസ് ക്ലബ് സ്ഥാപക പ്രസിഡന്റുമായ ഒല്ലൂർ പെരുവാംകുളങ്ങര വിധേയത്തിൽ വീട്ടിൽ BJ റാഫി അന്തരിച്ചു. 56 വയസ്സായിരുന്നു. കാർഷിക സർവകലാശാലയുടെ മികച്ച കാർഷിക റിപ്പോർട്ടിനുള്ള വൈഗ പുരസ്കാരം, കുന്നംകുളം പ്രസ് ക്ലബിന്റെ മികച്ച പത്രപ്രവർത്തകനുള്ള പുരസ്കാരം എന്നിവ ലഭിച്ചിട്ടുണ്ട്. ദശപുഷ്പം എന്ന പുസ്തകം എഴുതിയിട്ടുണ്ട്. സംസ്കാരം നടത്തി ഭാര്യ പ്രിൻസി. പുതുക്കാട് ചിരിയങ്കണ്ടത്ത് വർഗീസ് അന്തരിച്ചു. 72 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. മേരിയാണ് ഭാര്യ. മകൻ ജോ വർഗീസ്. ചെങ്ങാനൂർ കുണ്ടുകടവ് മാരാത്തുവളപ്പിൽ മണിനായർ ഭാര്യ വിമല അന്തരിച്ചു. 68 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. കൊടകര പുത്തുക്കാവ് കുഴുപ്പുള്ളി വീട്ടിൽ പങ്കജാക്ഷൻ നായർ അന്തരിച്ചു. 89 വയസ്സായിരുന്നു. സംസ്കാരം ശനിയാഴ്ച രാവിലെ വീട്ടുവളപ്പിൽ. ചന്ദ്രമതിയാണ് ഭാര്യ. സജീവ്, ലത എന്നിവർ മക്കളും. രേഖ തമ്പി, മോഹനകൃഷ്ണൻ എന്നിവർ മരുമക്കളുമാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. കുട്ടനെല്ലൂരിൽ ഓടിക്കൊണ്ടിരുന്ന ലോറിയിൽ നിന്ന് ഇരുമ്പ് പൈപ്പുകൾ പുറത്തേക്ക് വീണ് ബൈക്ക് യാത്രികനായ യുവാവ് മരിച്ചു. പുതുക്കാട് ദേശീയപാതയിൽ ഡിവൈഡറിൽ ബൈക്ക് ഇടിച്ച് 18-കാരൻ മരിച്ചു. മരിച്ചത് കേളി സ്വദേശി. മണ്ണുത്തി ഇടപ്പള്ളി ദേശീയപാതയിലെ 17 ബ്ലാക്ക് സ്പോട്ടുകളിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തിട്ടുള്ള ധരിവാൾ ബിൽഡേഴ്സിന്റെ നന്ദിക്കരയിലെ പ്ലാന്റ് നാട്ടുകാർ ഉപരോധിച്ചു. മുരുക്കുങ്ങലിൽ തെരുവുനായ ശല്യം രൂക്ഷം. നടപടി വേണമെന്ന ആവശ്യം ശക്തം. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിൻ എല്ലാ ദിവസവും രാത്രി 9 മുതൽ യൂട്യൂബിൽ ലഭ്യമാണ്. വാർത്തകൾക്കും അപ്ഡേറ്റുകൾക്കും nctvnews.com എന്ന വെബ്സൈറ്റും NCTV ന്യൂസ് എന്ന ഇൻസ്റ്റഗ്രാം പേജും ഫോളോ ചെയ്യുക. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.